ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകിയെ കണ്ടതും അതിനുശേഷം ജാനകിയുടെയും അമ്മയുടെയും അരിയിൽ ചെന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ദ്രജ അനിയനോട് പറഞ്ഞു കൊടുക്കുക. കാരണം എന്തൊക്കെയാണോ ഇന്ദ്രജ ജാനകിയുടെ മുന്നിൽ ചെന്ന് കാണുകയും കേൾക്കുകയും ചെയ്തത് അതെല്ലാം പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു. അപ്പോൾ രാധാമണിയമ്മ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നോക്കിയിട്ട് കാണാതെ ഭയങ്കര പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അമ്മ മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് ഇന്ദ്രജ പറയുന്ന സമയത്ത് അമ്മയ്ക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന കാര്യം ജാനകി പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ അവരെടുത്ത് കൊടുത്തത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. അതിനുശേഷം ജാനകിയോട് ഇന്ദ്രജ ചോദിച്ച ചോദ്യങ്ങൾ, ഇത്രയും കാലം നീ അനാഥയെന്നും പറഞ്ഞ് ജീവിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയാണ് നിനക്കൊരു അമ്മ ഉണ്ടായതെന്ന് ചോദിച്ചത്. അമ്മ ഈയിടെയാണ് ഞാൻ കണ്ടെത്തിയതെന്നും അതുവരെ ഞാൻ അനാഥയായിരുന്നു എന്നൊക്കെ പറയുവാണ്. ഞാൻ ആരെയും ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചതിയെപ്പറ്റി നീ എന്നോടൊന്നും പറയണ്ട, നിനക്കെന്താ എന്നെ കണ്ടിട്ട് മനസ്സിലൊരു പെടച്ചിലില്ലാത്തത് എന്ന് ഇന്ദ്രജ അന്ന് ജാനകിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് പരിഭ്രമിക്കേണ്ട കാര്യമുള്ളൂ എന്ന് ജാനകി ഇന്ദ്രജയോട് ചോദിച്ചു. ആരെയും ഭയപ്പെടേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞ് ജാനകി ഭയങ്കര ബോൾഡായിട്ട് തന്നെ നിൽക്കുക. അന്നേരം മോളെ നിങ്ങൾ സംസാരിക്കാൻ ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ മേരിയമ്മ അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ ചായ ഒന്നും വേണ്ട മേരിയമ്മേ, ഞങ്ങൾ പിരിഞ്ഞിട്ട് എത്ര കാലമായി, പറയാനേ ഒരുപാടുണ്ടെന്ന് ഇന്ദ്രജ പറഞ്ഞു. ജാനകി വാ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം എന്ന് ഇന്ദ്രജ പറഞ്ഞിട്ട് ഇന്ദ്രജ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. ഇന്ദ്രജ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ മേരിയമ്മ അകത്തേക്കും കയറിപ്പോയി. അത് കഴിഞ്ഞ് ജാനകി ഇങ്ങനെ അവിടെ ഒരു ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും പുറത്തത് ജാനകി കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ജാനകി നേരെ ഇന്ദ്രജയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഇന്ദ്രജ ജാനകി അടിമുടി ഇങ്ങനെ നോക്കുക കേട്ടോ. ജാനകി ആണെങ്കിൽ ഈ പെൺപിള്ളേനെ തുറച്ച് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇന്ദ്രജ ഇങ്ങനെ ഒരു വക നോട്ടമൊക്കെ നോക്കിയിട്ട് ഒരു പുച്ഛിച്ച ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങളെന്തിനാ ഒളിവിൽ കഴിയുന്ന പിടികിട്ടാപ്പുള്ളിയെ പോലെ എന്നെ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നീ ശരിക്കും ഒളിവിൽ പോയതല്ലേ എടീന്ന് ചോദിച്ചു. എടി പോടി എന്നൊക്കെ വിളിക്കാൻ നിങ്ങൾ എൻ്റെ ആരാണെന്ന് ഇന്ദ്രജയോട് ജാനകി ചോദിച്ചു. ഞാൻ നിങ്ങളുടെ ശമ്പളക്കാരിയൊന്നും അല്ല എന്നും ജാനകി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ തീരുന്ന ബന്ധമാണോ നമ്മൾ തമ്മിൽ എന്ന് ഇന്ദ്രജ ചോദിക്കും. എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക, എന്താണ് ഇന്ദ്രജ മേഡം നമ്മൾ തമ്മിലുള്ള ബന്ധം, അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അപ്പോൾ അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ എന്ന് ഇന്ദ്രജ ചോദിച്ചു. വേണ്ട, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ജാനകി ഇന്ദ്രജയോട് പറഞ്ഞു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് ഓർക്കണമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഇന്ദ്രജ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മുടെ ജാനകി അങ്ങ് രക്തം തിളച്ചാ നിൽക്കുന്നത്. ആദ്യമായി ഒരു ജോലി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ സ്റ്റാഫായിട്ട് വന്നത് കാലം തൊട്ടുള്ള കാര്യങ്ങൾ പറയുവാണ് ജാനകി. അപ്പോൾ ലോകം എന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരു ഓർഫണേജിൽ നിന്ന് വന്നതായതുകൊണ്ട് പല കാര്യങ്ങളിലും ദുർബലയായിരുന്നു ഞാനെന്നും. അപ്പോൾ അങ്ങനെ നമ്മുടെ ജാനകി അനുഭവിച്ച കാര്യങ്ങളെല്ലാം ജാനകി ഇങ്ങനെ പറയുവാണ്. പിന്നെ നിങ്ങളുടെ അനിയനെന്ന് പറയുന്ന ആൾക്ക് എന്നോട് പ്രണയമാണെന്ന് ഞാൻ അറിയുന്നത് പോലും എൻ്റെ കൂടെ ജോലി ചെയ്തവർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. കരയാൻ മാത്രമാണ് എനിക്കന്ന് തോന്നിയത്. ആ ഒരു വികാരം എന്താണെന്ന് പോലും അറിയാത്തൊരു പെണ്ണായിരുന്നു ഞാനെന്ന് ജാനകി ഇന്ദ്രജയോട് പറയണം. ഇന്ദ്രജത്തൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക. ഞാൻ പോലും അറിയാതെ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചു, മനസ്സിലാക്കി. ഒരു ഓർഫണേജിലെ അന്തേവാസിയാണ് ഞാനെന്ന് അറിഞ്ഞതോടുകൂടി എൻ്റെ ജീവിത ചരട് നിങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു എന്ന കാര്യം ജാനകി പറയുക. മദറിനെ കണ്ട് നിങ്ങളുടെ അനിയൻ എന്നെ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹവും സമ്മതവും ഒക്കെ അറിയിച്ചു. അവരത് എൻ്റെ ഭാഗ്യമായിട്ടാണ് കണ്ടതെന്നും പിന്നെ അവരതിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അവർ ചെയ്ത ഓരോ കാര്യങ്ങളും ജാനകി എണ്ണി പറയുക. പിന്നീട് നിങ്ങളുടെ അനിയൻ്റെ പെരുമാറ്റം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറമായിരുന്നു എന്നും അങ്ങനെയാണ് ഞാൻ അയാളെ പറ്റി അന്വേഷിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ജാനകി ഇന്ദ്രജയോട് പറയുക കേട്ടോ. എങ്കിലും എൻ്റെ ചിന്തകളെ പോലും ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള അയാളുടെ പെരുമാറ്റം അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല. അയാൾ വാങ്ങിത്തരുന്ന ഡ്രസ്സ് ധരിച്ച് ഞാൻ ഓഫീസിൽ ചെല്ലണം, അയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യണം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അയാളെ കാണുന്നത് തന്നെ അസഹനീയമായിട്ട് തോന്നാൻ തുടങ്ങിയെന്നും അവിടം തൊട്ട് ഞാൻ അയാളെ വെറുത്ത് തുടങ്ങിയെന്നൊക്കെ പറയുവാണ്. നിങ്ങളുടെ മാനസിക രോഗിയായ അനിയനെ എൻ്റെ തലയിൽ വെച്ചേൽപ്പിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ജോലി. അങ്ങനെ കാര്യങ്ങളെല്ലാം ഇന്ദ്രജയോട് പറയുവാണ് നമ്മുടെ ജാനകി. ഇതൊക്കെ കേട്ട് ഇന്ദ്രജ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുവാണ്. അങ്ങനെ ജാനകി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഇന്ദ്രജയ്ക്ക് ഒന്നും പറയാനില്ല. ജാനകി എല്ലാം പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരുടെ വായ അടപ്പിച്ചുകൊണ്ട് ജാനകി എണ്ണി അങ്ങ് പറഞ്ഞു കൊടുക്കുവാണ്. അതിനുശേഷം പിന്നെ അന്ന് മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങൾ, ഈ നകുലൻ്റെ മാനസിക വിഭ്രാന്തിയെപ്പറ്റിയും അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തെപ്പറ്റിയൊക്കെ ജാനകി ഇങ്ങനെ ഇന്ദ്രജയോട് പറയുക. നിങ്ങളുടേതായിട്ട് ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല എന്നും അതിൻ്റെ പേരിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഒളിവിൽ പോയെന്ന്.
ഒളിച്ചോടി പോകേണ്ട എന്ത് കാര്യമാണ് ഉള്ളതെന്ന് ജാനകി ചോദിക്കുക. പെണ്ണിന്റെ മനസ്സറിയാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് തീരുമാനം എടുക്കാൻ എന്താ എനിക്ക് അവകാശമില്ലെന്നും ജാനകി ഇന്ദ്രജയോട് ചോദിക്കുക. എന്നെ മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കാൻ ഒരാൾ വന്നെന്നും എൻ്റെ അഭിയേട്ടൻ ആ ഒരു ഇതിലാണ് ഞാൻ വിവാഹം കഴിച്ചതെന്നും പറയുവാണ്. ആ മനുഷ്യനെ ഞാൻ ഇന്ന് എൻ്റെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച തണൽ എനിക്ക് കിട്ടിയെന്നും ജാനകി ആ ഇന്ദ്രജിയോട് പറയുക. ഇതൊക്കെ കേട്ടിട്ട് ഇന്ദ്രജിക്ക് സഹിക്കോ? ഇന്ദ്രജി ഇങ്ങനെ ഉണ്ടാക്കണം മിഴിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇനി എന്തിനാ നിങ്ങളുടെ വരവ്? നിങ്ങൾ എന്തിനാ എൻ്റെ മുന്നിൽ വന്നത്? നീ കാരണം അവൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾക്ക് നീയല്ലാതെ പിന്നെ ആര് കണക്ക് പറയുമെന്ന് ഇന്ദ്രജി അന്നേരം ജാനകിയോട് ചോദിക്കുക. നിന്നെ അല്ലാതെ ജീവിതത്തിൽ അവൻ മറ്റൊരു പെണ്ണിനെയും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ജാനകിക്ക് അറപ്പ് തോന്നുക. അവൻ്റെ സ്നേഹം അത് അന്ധമായി പോയെന്നും ഈ ഇന്ദ്രജ പറയുവാണേ. നിന്നെ പല വട്ടം ഞാനത് ഓർമ്മപ്പെടുത്തിയതാണെന്നും ആ സംഭവത്തിന് ശേഷം 2-3 വർഷം അവൻ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾക്കുള്ള ചികിത്സ നിങ്ങൾ മുന്നേ തുടങ്ങേണ്ടതായിരുന്നു. അതിന് എന്നെ പഴിചാരിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അവൻ വീണ്ടും നിന്നെ കണ്ടു കഴിഞ്ഞു. ആ വിവരം അറിഞ്ഞാണ് ഞാൻ പാഞ്ഞു വന്നതെന്ന് പറയുമ്പം അയാളുടെ രോഗം തീർത്തു കൊടുക്കാനുള്ള കൈക്കരുത്തെ എൻ്റെ ഭർത്താവിനുണ്ടെന്ന് ജാനകി പറയുക. അവനിപ്പോൾ നീ അന്ന് കണ്ട നകുലനൊന്നും അല്ല, അതോർത്ത് നീ ഇരിക്കണ്ട. പക്ഷേ ദേ അവൻ്റെ മനസ്സിൽ നിന്നും നിന്നെ തുടച്ച് കളയാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നും ഇന്ദ്രജ പറയുക ജാനകിയോട്. അത് കേട്ടപ്പോൾ എങ്കിലേ അനിയനോട് ചെന്ന് പറഞ്ഞേക്ക് ഞാൻ ഇന്ന് പഴയ ജാനകി അല്ല എന്ന്. എനിക്കൊരു ഭർത്താവുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാനിന്നൊരു അമ്മയാണ്. നിങ്ങളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം അത് എന്ത് തന്നെ ആയാലും എന്നെ അത് ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഇനി എന്നെ തകർക്കാനാണ് നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ജാനകി. അല്ലാണ്ട് പിന്നെ നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ ജീവിച്ച് കാണരുത്, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശമെന്ന് ജാനകി ചോദിക്കുക. നിങ്ങളുടെ ആളുകളുടെ മുന്നിൽ വെച്ച് അന്ന് പ്രതികരിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായെങ്കിലേ ഇന്നത്തെ ജാനകി എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ എന്നും ജാനകി ഇന്ദ്രജയോട് പറയുക. ഇന്ദ്രജ മേഡം കെട്ടിയൊരുങ്ങി വന്നതേ ജാനകിയെ പേടിപ്പിക്കാനാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എന്നും ജാനകി മുഖത്ത് നോക്കി പറഞ്ഞു. അനിയനെ നല്ല ട്രീറ്റ്മെൻറ്റ് ആദ്യം കൊടുക്കാൻ നോക്ക്. ഈ നാണം കെട്ട കളി ഇവിടെ അവസാനിപ്പിച്ചു സ്ഥലം വിടാൻ നോക്കാനും ഇന്ദ്രജയെ ജാനകി വെല്ലുവിളിക്കുക. ഇനി ഒരു കഥാപാത്രവും ജാനകിയുടെ ജീവിത കഥയിൽ വേണ്ടാന്ന് പറയുമ്പം നീ ഇത് പറയുമെന്ന് അറിഞ്ഞു തന്നെയാണ് ജാനകി ഞാനിങ്ങോട്ടേക്ക് വന്നത്. വിവാഹ നിശ്ചയത്തിന് ഓർണമെൻറ്റ്സ് എടുക്കുന്ന കൂട്ടത്തിൽ താലിമാലയും വാങ്ങിയവനാണ് നകുലനെന്നും പിന്നെ അതുമായിട്ടാണ് അവൻ ഇപ്പോഴും നടക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇന്ദ്രജി ഇങ്ങനെ ജാനകിയോട് പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് കലി അടക്കാൻ കഴിയുന്നില്ല കേട്ടോ. ദേഷ്യം ഒന്നിങ്ങനെ നിൽക്കുക. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പടിക്ക് പുറത്തു പോലും നിൽക്കാൻ യോഗ്യത അല്ലെങ്കിൽ നിർത്താൻ യോഗ്യത ഇല്ലാത്തവളാണ് നീ. എന്നിട്ട് ഞങ്ങൾ കീഴടങ്ങുന്നത് കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായ അവനെ ഓർത്ത് മാത്രമാണെന്നൊക്കെ ഇന്ദ്രജി ഇങ്ങനെ ജാനകിയോട് പറയണം. ഇതൊക്കെ കേട്ട് ജാനകി കലി കയറി ഇങ്ങനെ നിൽക്കുകയാണ് ഭയങ്കര ദേഷ്യത്തിൽ. അവൻ്റെ കൈകളിൽ തന്നെ എത്താനാണ് നിൻ്റെ വിധിയെന്നൊക്കെ ഈ ഇന്ദ്രജ പറഞ്ഞു. അത് നീ ഓർത്തു വെച്ചോളാനും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇന്ദ്രജ അന്ന് അവിടുന്ന് പോകുന്ന കാര്യങ്ങൾ നകുലനോട് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കി. ഇതൊക്കെ കേട്ട് നകുലൻ ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക. നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിനക്ക് വേണ്ടെന്നാകൂല. അഭിയ കേസിൽ കുടുക്കിയത് ജാനകി അളകാപുരിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന കാര്യം ഇന്ദ്രജ പറയാം. പക്ഷേ ആ കണക്ക് കൂട്ടൽ പിഴച്ചു പോയെന്നും അതുപോലെ തോറ്റു പിന്മാറില്ല ഞാനെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗ്. ഇനിയും വലകൾ നെയ്ത് ചിലന്തിയെ പോലെ ഈ ഇന്ദ്രജ കോത്തിരിക്കുമെന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ടിട്ട് നകുലൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അപർണ ഒരു പേപ്പർ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുക വീട്ടിലേക്ക്. അപ്പോഴേക്കും ആരാടി മോളെ വന്നോന്ന് ചോദിച്ചുകൊണ്ട് തമ്പി അങ്ങോട്ടേക്ക് ചെന്നു. പോസ്റ്റ്മാനാണോടി? അതേന്ന് പറഞ്ഞു. എന്താ മോളെ നീ പേടിച്ചതുപോലെ ഉണ്ടല്ലോ, എന്താന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനിത് കണ്ടോന്ന് ചോദിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്താ മോളെ ചോദിച്ച് ഭയങ്കര സ്നേഹത്തോടു കൂടി ഭയങ്കര സൗമ്യമായിട്ടുള്ള രീതിയിൽ ചോദിക്കുക. അപ്പോൾ ഇത് അമൽ എൻ്റെ പേരിൽ അയച്ച ഡൈവോഴ്സ് നോട്ടീസ് ആണെന്ന് പറയുമ്പോഴത്തേക്കും തമ്പി നടുങ്ങി. ദേ വരുന്നു അന്നേരത്തേക്ക് അമ്മയും അത് കേട്ട് ഞെട്ടിപ്പോയി. ഡിവോഴ്സ് പെറ്റീഷനോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു. എടി അവന് ഡിവോഴ്സ് വേണമെന്ന് നിന്നോട് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ വെപ്രാളം കയറി. പാവം അത് ഓടി കതച്ച് വരുക കേട്ടോ. അവന് ഡിവോഴ്സ് വേണമെന്നാണ് പറഞ്ഞത്. അത് അവൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ലല്ലോ അച്ഛാന്ന് പറയുക. അപ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ കൈപ്പറ്റിയിടുന്ന അഹങ്കാരം പറയുന്നോടി. നിന്നെ നിൻ്റെ ഭർത്താവിന് വേണ്ട, പകയും പ്രതികാരവും തലയ്ക്ക് പിടിച്ച് ജീവിതം കൊണ്ടുപോയി തൊലച്ചില്ലടി നീ എന്ന് അമ്മ ചോദിക്കാം മോളോട്. അവൻ്റെ ഈ ഓലപ്പാമ്പ് കണ്ട് ഞാൻ പേടിക്കുമെന്ന് അമ്മ കരുതിയോ എന്ന് ചോദിച്ചു. അവിടുന്ന് അവൻ എന്നെ ഇടയ്ക്ക് വിടാൻ നോക്കിയിട്ട് നടന്നില്ല. ഇത് അവൻ്റെ മനസ്സിലിരിക്കുകയുള്ളൂ എന്ന് ഈ
മകള് പറയുമ്പോൾ അഭിയും ജാനകി അറിഞ്ഞിട്ടായിരിക്കും മോളെ അമലിന് ഇതിന് തുനിഞ്ഞത് എന്ന് തമ്പി ചോദിക്കുക. ഇത് അവൻ്റെ നീക്കമാണെന്നും അവരിത് അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. അവൻ സഹിക്കുന്നതിനൊരു പരിധിയില്ലേന്ന് അമ്മ അന്നേരം അച്ഛനോടും മോളോടും ചോദിക്കുക. എത്രത്തോളം അവരെ നീ ദ്രോഹിച്ചു എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും തമ്പി ഒതുങ്ങി. അവനോട് നീ ചെയ്ത ദ്രോഹങ്ങൾക്ക് വലിയ കണക്കും കൊണ്ടോടി എന്നൊക്കെ അമ്മ മോളോട് ചോദിക്കുന്നു. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അത് ആരംഭിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോഴും മകൾക്കൊന്നും പറയാനില്ല. ആ സമയത്ത് തമ്പിക്കൊന്നും പറയാനില്ല. ചെയ്യാത്ത തെറ്റിന് അവൻ്റെ ഏട്ടനെ കൊലപാതകിയാക്കി ജയിലിലേക്ക് അയക്കാൻ വരെ നീ നോക്കിയില്ലേ എന്നൊക്കെ ചോദിച്ച് അമ്മ ഓരോന്നെണ്ണി ഇങ്ങനെ പറയുന്നു. നിന്നെപ്പോലെ ഒരുത്തിയെ അവൻ എങ്ങനെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കുമെന്നും അമ്മ ചോദിക്കുക. എന്ന് പറഞ്ഞ് തമ്പി നിൽക്കുക. പക്ഷെ മിണ്ടുന്നില്ല. അച്ഛൻ്റെയും മോളുടെയും അഹങ്കാരം ഇതോടെ തീർന്നു. താലിച്ചേരുടെ അറ്റ് അവൻ വിവാഹ മോചനത്തിന് കേസ് കൊടുത്തിരിക്കുകയാണെന്നും പറഞ്ഞു. മകൾക്കും കലി വരുന്നുണ്ട്. എന്തു പറഞ്ഞ് നിനക്കിനി ആ വീട്ടിൽ ചെന്ന് കയറാൻ കഴിയും എന്ന് ചോദിക്കുമ്പം ഇറങ്ങിപ്പോകാൻ ജാനകി പറയില്ലെന്നറിയാം. ഇവളവിടെ ഉണ്ടെങ്കിലേ അമൽ അവിടെ നിൽക്കില്ല. പിന്നെ എന്തിൻ്റെ പേരും പറഞ്ഞ് നീ അവിടെ നിൽക്കും എന്ന് ചോദിച്ചു. കുറച്ച് ദിവസം കഴിച്ചു തൂങ്ങി നിന്നിട്ട് അച്ഛൻ്റെ മോൾ ഇങ്ങ് പോരും, അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അച്ഛൻ്റെ കൊടിപ്പകയ്ക്ക് മോളുടെ ജീവിതം എന്തായാലും ബലിയേടാക്കി. നിങ്ങൾ ചെയ്തതിൻ്റെ പാപമൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ മോള് തന്നെയാണെന്നൊക്കെ പറയുക. ജാനകിയെ കൊന്നുകളയാൻ വരെ നോക്കിയതല്ലെന്ന് പറയുമ്പോൾ കയറി പോടിയകത്ത്, നീ രോഗിയാണെന്നുള്ള കാര്യം ഞാൻ നോക്കില്ല, കയറിപ്പോ അകത്തെന്നും പറഞ്ഞ് തമ്പി ഒച്ച വെക്കുമ്പം ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിക്കാൻ നിങ്ങൾ മരിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ആ പാവം അകത്തേക്ക് കയറിപ്പോയി. എന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ നിൽക്കുക. എന്താണ്ട് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അപർണി. മോള് സമാധാനപ്പെടും, ഒന്നും സംഭവിക്കില്ല, അച്ഛനൊരു വഴി കാണാമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ മോളെ സമാധാനിപ്പിക്കുവാണ്. ഒന്നും മിണ്ടാതെ മോൾ അകത്തേക്ക് കയറിപ്പോയി. തമ്പിയാണെങ്കിൽ സമനില തെറ്റി അവിടെ നിൽക്കുക. എല്ലാം കൂടെ ഇപ്പോൾ തമ്പിയുടെ ഉച്ചിയിൽ വന്നിങ്ങനെ നിൽക്കുക. എപ്പോൾ തല പൊട്ടി പിളരുമെന്ന് മാത്രം നോക്കിയാൽ മതി. കുറച്ച് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ജാനകി കേട്ടോ. ജാനകി ഇങ്ങനെ തല പുകഞ്ഞ വീടിനകത്തോടെ നടക്കുമ്പോഴത്തേക്കും ദേ വരുന്നു ഇളകി മറിഞ്ഞ് നമ്മുടെ അപർണ നേരെ ജാനകിയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നു. അപ്പം നോക്കി ഇങ്ങനെ നിൽക്കുന്ന ജാനകിയെ കണ്ടപ്പം നോക്കണ്ട, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്, ഇത് നോക്കാൻ പറഞ്ഞു. അപ്പം എന്താ ഇതെന്ന് ചോദിച്ചു. ഇത് നീയാ കാണേണ്ടത്, നീ തന്നെയാണ് ഇത് ആദ്യം വായിക്കേണ്ടത്, നീ വേണം ഇത് വായിക്കാനെന്ന് പറഞ്ഞ് ജാനകിയുടെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ. നിനക്ക് വന്ന ലെറ്റർ ഞാനെന്തിനാ വായിക്കുന്നതെന്ന് ജാനകി അന്നേരം ചോദിച്ചു. അതിൻ്റെ ആവശ്യം എന്താണെന്നും ചോദിച്ചു. ആ സമയത്ത് മുകളിൽ നിന്ന് നമ്മുടെ അമലും അബിയും കൂടെ ഇറങ്ങി വരിക. അമൽ നല്ല സന്തോഷത്തിൽ യാതൊരു കൂസലും ഇല്ലാതെ ആസ്വദിച്ച് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് വേറെ ഒരു ലെറ്ററും അല്ല, ഡിവോഴ്സ് കേസിൻ്റെ നോട്ടീസാണെന്ന് പറഞ്ഞു അബിയോട് ഈ അപർണ. അപ്പോൾ അതേ അമലും പറഞ്ഞു, ഞാൻ തന്നെയാണ് എനിക്ക് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ട ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജാനകിയും അബിയും ഞെട്ടി. അപ്പോൾ ഈ ഓലപ്പാമ്പ് കാണിച്ച് അപർണയെ പേടിപ്പിക്കാമെന്നാണോ നീ കരുതിയതെന്ന് ചോദിക്കുക ഇവള്. ഞാൻ ആകെ ഭയന്ന് നിറച്ച് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അമല എന്താണ് ഇതൊക്കെ എന്ന് അബി ചോദിച്ചു കേട്ടോ. എൻ്റെ ജീവിതം ആർക്കും തട്ടിക്കളിക്കാനായി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അമൽ പറഞ്ഞു. അമൽ കോമാളി വേഷം അങ്ങ് അഴിച്ചു വെക്കാൻ തീരുമാനിച്ചെന്നും പറഞ്ഞു. പിന്നെ ഇനി ഞാൻ ജീവിച്ച് കാണിച്ചു തരാം, നിനക്ക് ഞാൻ ഡിവോഴ്സ് തന്നില്ലെങ്കിലോ എന്ന് അപർണ ചോദിക്കും കേട്ടോ അമലിനോട്. ചേട്ടനും ചേച്ചി ഇതൊക്കെ കണ്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുവാണ്. നീ എന്താടാ കരുതിയത്? കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്താൽ നിന്നെയും എന്നെയും വിളിച്ച് കോടതി ഡിവോഴ്സ് തന്ന് പറഞ്ഞു വിടുമെന്നാണോടാന്ന് അപർണ ചോദിക്കുക അമലിനോടെ. അമൽ യാതൊരു ഇതില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഇവളാ പേപ്പർ അമലിൻ്റെ മുന്നിൽ വെച്ച് വലിച്ചു കീറിക്കളഞ്ഞു. അങ്ങനെ അത് വലിച്ചു കീറിക്കളഞ്ഞിട്ട് ഞാൻ ഇതിന് ഈ വില മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും ഞാൻ ഈ കേസുമായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീയുമായിട്ടുള്ള ഡിവോഴ്സ് ഞാൻ നേടിയിരിക്കുമെന്ന് അമൽ പറയുവാണ്. ഈ ജന്മം മുഴുവനും കോടതി കയറി ഇറങ്ങേണ്ടി വന്നാലും ഈ അമൽ തളർന്നു പോവില്ലാടി എന്ന് പറഞ്ഞു. തോറ്റു കൊടുക്കില്ല എന്നും പറഞ്ഞ് എന്താ പറഞ്ഞത്, പൊടി പുല്ലേന്ന് പറയാം. ഞാൻ ഇതിനെ ഒരു പ്രതികാരമായിട്ടാണ് കരുതുന്നത്. നിന്നെ എനിക്ക് കോടതി കയറ്റി ഇറക്കണം, അത് കണ്ട് എനിക്ക് ആനന്ദിക്കണമെന്നും അമൽ അപർണയോട് പറയുക. അങ്ങനെ അത് വർഷങ്ങളോളം നീണ്ടു പോണം. നീ എന്താ കരുതിയത്? എൻ്റെ ശ്രമം പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങാനാണെന്നാണോ? അങ്ങനെയല്ല, നിൻ്റേതായിട്ടുള്ളതെല്ലാം വാരിക്കെട്ടി ഇറങ്ങി പോടിയെന്നും പറഞ്ഞ അമല് ഈ അപർണയെ ചവിട്ടി ഇറക്കാൻ നോക്കുക. എന്നിട്ട് അതിൽ പറഞ്ഞ ദിവസം നിന്റെ അച്ഛൻ്റെ കൂടെ മുഖം മറച്ച് ഫാമിലി കോർട്ടിൽ നീ വാ, നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ അവിടെ ഉണ്ടാകുമെന്നും അമല് അപർണയോട് പറയുക. അതും പറഞ്ഞ് നമ്മുടെ അമൽ അവിടെ നിന്ന് അങ്ങ് പോകാൻ നോക്കുമ്പോൾ അമലേ എന്നും പറഞ്ഞുകൊണ്ട് അബി വിളിച്ചു. അപ്പോൾ വേണ്ട അബിയേട്ടാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അബിയേട്ടൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കും, അതെനിക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപർണ ഇത് ഞങ്ങൾ അറിഞ്ഞ കാര്യമല്ല എന്ന് ജാനകി അന്നേരം പറഞ്ഞു. എന്നെ ഈ ബന്ധത്തിൽ കുടുക്കിയത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന, നിങ്ങൾക്കെന്താ അതിൽ ഉത്തരവാദിത്വം ഇല്ലേന്ന് ചോദിച്ചു. നീ എന്തിനാ ഞങ്ങളുടെ തലയിൽ കയറുന്നത്?
ഇവനെ ഒരു ഭർത്താവായി കാണാൻ നിനക്ക് കഴിയാതെ പോയത് നിന്റെ കുറ്റം മാത്രമാണെന്ന കാര്യം ജാനകി അപർണയോട് അന്നേരം പറഞ്ഞു. ഇവൾ അന്തം വിട്ട് ജാനകിയെ നോക്കി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പം എല്ലാ കാലത്തും ഒരാൾക്ക് തന്നെ ജയം എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അപർണയുടെ പതനത്തിൻ്റെ നാളുകളായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിരിക്കാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.